എന്താണ്? ആരാന്നാ ചോദിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാകത്ത്? എന്താ അളിയാ? അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണമില്ല. അമ്മോ അമ്മോ, വാതിൽ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്കണോ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. അല്ല ബഹളം വെക്കണ്ട. നാട്ടുകാരറിഞ്ഞാൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യും. അമ്മാവ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിച്ച് നീ ഒന്നും പറയണ. ചെറ്റേ സത്യത്തെ എന്നെ ചതിക്കരുത്. നീ ഈ ചതിക്കായിരുന്നു. പേടിക്ക്, കരയണ്ട. എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. ഭ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ? അതുപോലാണ് ഇതെന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല. ഇത് കുറെ കടന്നുപോയറിയാ എന്നിപ്പോ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. മോളെ എന്തൊരു ഇരിപ്പാ ഇത്. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല. എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി. നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശിച്ചല്ലേ. നീ അവനെ ശിക്ഷിക്കരുത്. വേണമെങ്കിൽ നിന്റെയും അപ്പൂന്റെയും കല്യാണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ. അവള് ആ അമ്മ എന്നെ ചതിച്ചതാ. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. അപ്പോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അത് ഞാൻ നിന്റെ അമ്മയായതുകൊണ്ടാ. അതേസമയം ഞാൻ മായയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കില്ലപ്പോ. ആ ബന്ധം നമുക്ക് വേണ്ട മോനെ. നീ അങ്ങ് മറന്നേക്ക്. അറിയില്ലമ്മേ, എത്ര വർഷമായി ഞാൻ നെഞ്ചി കൊണ്ടു കിടക്കുന്ന. അപ്പോ മായനെ എല്ലാവരും ചേർന്ന് സമ്മതിപ്പിച്ചതാ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണമെന്ന്. പോക്കായിരിക്കുമല്ലേ? നിന്നെ കാരണം നാട്ടിൽ പെൺപിള്ളേർക്ക് ജീവിക്കാനൊക്കെ അല്ലടാ പണ്ടില്ലാത്തോനെ. വിടരുത്.
വണ്ടി എങ്ങും നിർത്തരുത്, കത്തിച്ചു വിട്ടോ. വിട്ടോ. എന്തായി? വല്ല വിവരം കിട്ടിയോ? ഇല്ല, നാട് മുഴുവൻ അരിച്ചു പെറുക്കി. അപ്പോ നാട് വിട്ടെന്നാ തോന്നണേ. മോളെ കരയല്ലേ, അവനൊന്നും പറ്റില്ല, അവൻ വരും. അവൻ പോയിക്കോട്ടെ, എവിടെങ്കിലും പോയി എന്റെ മുൻ സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇയാളെ മനസ്സിലായോ? ഞാൻ പറയണ്ട മനസ്സിലായിരിക്കുന്നു. പ്രഭാകര ഓർമ്മയല്ലേ? പറഞ്ഞത് ശരിയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രഭാകരവർമ്മയല്ല, അദ്ദേഹത്തിന്റെ മകനാ മോഹനവർമ്മ. വലിയേട്ടൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യ. അതെ. വരണം നേരത്തെ എത്തിയല്ലോ. നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ, ഏത് കാര്യത്തിനും വളരെ നേരത്തെ എനിക്കെന്താ ഒറ്റ നോട്ടം മതി എനിക്ക് ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ മോനല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വലിയ മാമേ, എടാ ബാല, നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മ ഇങ്ങോട്ട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതകം എടുത്തുകൊണ്ട് പോകുന്നു. എങ്കിൽ പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ, എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛ, അമ്മേ, വഴി നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ കുട്ടി ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും വന്നോണ്ടിരിക്കുക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ ജന്മത്തിൽ നടക്കുന്നു കേട്ടോ. കരുനാവ് പളച്ചൊന്നും പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരിനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരാടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വര, കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ്, കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ, കേശവപിള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും.
എവിടെ വരെയായി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം കൊതിക്കുക. മൂന്ന് ചായ. രണ്ടെണ്ണം ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലെന്ന് തോന്നുന്നു. അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു നാം. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ. ഇത്ര ആളുകൾ എന്നും ഉണ്ടാവോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ. എല്ലാം ബന്ധുക്കളാ. പടിയേറ്റാ അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവാ. ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ. അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ. അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയറ, ഉറങ്ങുന്നതിന് പള്ളിയുറക്കം. അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. മതി. വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ആ ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? ആ അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ 10 ഇരട്ടി ആള് വന്നാലും കൊട്ടാരത്തിന് സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. എന്താ? ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുഗ്രാമത്തില് യാതെങ്കിലും ഒരു നെത്തോലിയും കെട്ടി ജീവിക്കേണ്ടതല്ലേ? നത്തോലി നിന്റെ അച്ഛൻ. എന്താ? നത്തോലി നിന്റെ തന്ത. എണിച്ചു പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. എടോന്റെ കാശ് തന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. വാ. ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പോ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട. അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലിക്കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. അനക്കൊന്നും കേൾക്കാനില്ല. എല്ലാവരും ഉറങ്ങിക്കാണെന്ന് തോന്നണേ. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്കാ. ഉറങ്ങിക്കോട്ടോ. ഇതാരീ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ടോട്ടണത്? നാശം. ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതിലെ പോവാ. ഓ, ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റ ഉറങ്ങില്ല. പണ്ടാറൊക്കെ അപ്പൊ തീരും. ഇത് തീരണമെങ്കിൽ കോഴി വീണം. ഇറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായ കാണാനില്ലല്ലോ. ശരിക്കും നോക്കടാ. അറിയാൻ നോക്കണ്ട. പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്നെ എങ്ങനെ തിരിച്ചറിയാം? ഒരു ജാതി മുഖംമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ മായ കാണാനില്ല. അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? എന്നാ വാ വാ. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കി തേനിയിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്ക വിളിച്ചു കൂവാം. കൊളമാക്കും. ഒച്ച വെച്ച് കൊന്നുകളയും ഞാൻ. നീ നോക്കടാ. സാമ്യമകന്നൂരുദ്യാനം എത്രയും അഭിരാമം ഇതിനുണ്ടതു ന്യൂനം.
സാമ്യം നിനയ്ക്കുന്നാകില്ല. ആഹാ ഭുജം, ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുകയെന്ന്. ഏതായാലും സന്തോഷായി. ഇപ്പൊ ആവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുജം അമ്പുജം അമ്പുജം, എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, ഒക്കെ കഥകളി കാണാൻ പോയിരിക്കുക. എന്റെ ഈശ്വര, ആരാ ഇവള്? അമ്പുജം, ആഹാ, സത്യം പറ, ആരാടിയവൻ? അതാ എനിക്കറിയേണ്ടത്. സത്യം പറ, ആരാ ഇവള്? സത്യം പറഞ്ഞോളും. എന്താണോ ഇത്? ആരോ തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. അയ്യോ ഇതാരി. എന്താ 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 എന്താ? അയ്യോ, കളൻ കളൻ. കൊട്ടാരം മൊട്ടാളെ ഇനി എന്താ ചെയ്യാ? തൽക്കാലം പുറത്തേക്ക് വരണ്ട, നമുക്ക് ഇവിടെ ഇവിടെ വിളിക്കാം. വരുന്നത് വരട്ടെ. അയ്യോ അയ്യോ, താനായിരുന്നു എന്റെ ഭാര്യയുടെ കിടപ്പറയിലെ. അളിയാ അളിയാ,